Hello everyone, welcome to Nafi the Educator. It's me, Nafi. Yes, നിങ്ങൾ ഓൾറെഡി അറിയുന്ന വിവരത്തിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ +1 റിസൾട്ട് ഡേറ്റ് ഒന്നുകൂടി മാറ്റിയിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് അറിയാം എന്നാണ് നിങ്ങളുടെ +1 റിസൾട്ട് വരിക എന്നുള്ളത്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജൂൺ 3 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജൂൺ 2 തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്കാണ് നിങ്ങളുടെ +1 റിസൾട്ട് വരിക. അതായത് നിങ്ങൾ സ്കൂൾ തുറന്ന് സ്കൂളിലേക്ക് എത്തുന്ന ആദ്യത്തെ +2 ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ +1 റിസൾട്ട് അറിയാൻ പറ്റും. ഈ ഒരു ഇതിനോട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? നിങ്ങളൊന്ന് കമന്റ് ബോക്സ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് ടൈപ്പ് ചെയ്തോ. നിങ്ങൾക്ക് ഈ റിസൾട്ട് ഇങ്ങനെ ഡേറ്റ് മാറ്റി കളിക്കുന്നതിനെ കുറിച്ച് എന്ത് തോന്നുന്നു? എന്താണ് ഈ ഡേറ്റ് മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കറക്റ്റ് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. മറ്റൊരു കാര്യം നിങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. നിങ്ങൾ +1 സയൻസ് ആണോ, +1 കൊമേഴ്സ് ആണോ, +1 ഹ്യൂമാനിറ്റീസ് ആണോ? ഈ 3 കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ +1 റിസൾട്ട് എന്തായാലും ജൂൺ 2 ഉച്ചയ്ക്കല്ല വൈകിട്ട് 3 മണിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ എന്താണ് റിസൾട്ട് വരുന്നുള്ള കാര്യം കൺഫേമായി. ആ റിസൾട്ട് വന്നതിന് ശേഷം പല ആളുകൾക്ക് ഇപ്പോൾ മാർക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ ചില സബ്ജക്റ്റിൽ വിചാരിച്ച മാർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അവർ റീവാലുവേഷൻ കൊടുക്കും. അതേപോലെ അവർ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ ആഗ്രഹിക്കും. ഈ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇപ്പോഴല്ല നടക്കുക. 2026 മാർച്ചിൽ നിങ്ങൾ +2ൻ്റെ പബ്ലിക് എക്സാം എഴുതുന്നതിന് കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവുക എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ ഓർത്ത് വെക്കട്ടോ. +1 മാർക്ക് കൂട്ടാനായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പറ്റും. ആ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇപ്പോഴല്ല നടക്കുക. 2026 നിങ്ങൾ +2ൻ്റെ പബ്ലിക് എക്സാം എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങളുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, നിങ്ങൾക്ക് +1 ഡബിൾ പാസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. +1 നിങ്ങൾക്ക് എന്തുണ്ട്? ഡബിൾ പാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 48 മാർക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ +1ലും +2ലും പാസ്സായി. 60 മാർക്കിൻ്റെ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതിൽ 36 മാർക്ക് നിങ്ങൾ നേടുകയാണെങ്കിൽ നിങ്ങൾ അതിലും 2 കൊല്ലത്തേക്ക് പാസ്സായി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇതിൽ ഈ 48 36 തന്നെ വാങ്ങണം. റിട്ടേൺ എക്സാമിൽ തന്നെ നിങ്ങൾ ഈ 48 36 വാങ്ങണം. CE അടക്കമല്ല, റിട്ടേൺ എക്സാമിൽ 48ഉം റിട്ടേൺ എക്സാമിൽ 36 മാർക്ക് നേടിയാലാണ് നിങ്ങൾ +1ൽ പാസ്സാവുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ +1ൽ നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിൽ 48ഉം റിട്ടേൺ എക്സാമിൽ 60 വിഷയത്തിൻ്റെ മാർക്കാണെങ്കിൽ 36 മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, +1ൽ നിങ്ങൾ ഇപ്പോൾ ഏത് മാർക്കാണ്, നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ്, നിങ്ങൾക്ക് +2ൽ പഠിക്കാം, അതിന് തടസ്സമൊന്നുമില്ല കേട്ടോ. +1ൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് തോറ്റുപോയി, അല്ലെങ്കിൽ +1 നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൽ മാർക്ക് വളരെ കുറവാണ്, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് +2ൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പറ്റും. അതിനൊരു +2ൽ എന്ത് ചെയ്താൽ മതി? ആ കുറഞ്ഞു പോയ മാർക്ക് നിങ്ങൾ എഴുതിയെടുത്ത് മൊത്തത്തിൽ പാസ്സായാൽ മതി എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സും ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇതിന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ജൂൺ 3 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് വരുമെന്ന് വിചാരിച്ചിരുന്ന റിസൾട്ട് ജൂൺ 2 തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്കാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിക്കുക. അപ്പോൾ ഏതൊക്കെ സൈറ്റിലൂടെയാണ് റിസൾട്ട് നോക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ആ സമയത്ത് ജൂൺ 2 തീയതി തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരട്ടെ ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും മക്കളെ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എഴുതിയതിനുള്ള റിസൾട്ട് നിങ്ങളെ തേടി വരും. നിങ്ങൾ എഴുതിയതിനുള്ള മാർക്ക് നിങ്ങളെ തേടി വരും. നിങ്ങൾ കഷ്ടപ്പെട്ടതിനുള്ള, നിങ്ങളുടെ അധ്വാനത്തിനുള്ള, നിങ്ങളെ ഏറ്റവും മികച്ച കാര്യത്തിനുള്ള ഫലം നിങ്ങളെ തേടി വരും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ.